ഡോക്ടർ ഇതുവരെ പോയില്ലേ? നന്ദിനി കിടക്കുമ്പോ ഞാനിങ്ങനെ പോയേ പറ്റൂ. ഇപ്പൊ തന്നെ അന്ത്യർത്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കണ്ടില്ലേ? കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ അച്ഛൻ അറിയും. പിന്നെ എന്താ ഉണ്ടാകുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് നന്ദേട്ടനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഡോക്ടർ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. അർച്ചന, എല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി ഡോക്ടർ ഇവിടെ നിന്നാൽ ആദ്യടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നന്ദേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കും അറിയാം, ഡോക്ടർക്കും അറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഡോക്ടർ ചെല്ല പ്ലീസ്. നിങ്ങളെങ്ങോട്ടോ പോകാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അതെ സർ, ഹോസ്പിറ്റൽ വരെ പോകാൻ ഇറങ്ങിയതാ. എന്നാൽ ആ യാത്ര തൽക്കാലം മാറ്റിവെക്കണം. എന്താ സർ, എന്തുപറ്റി? ആക്സിഡന്റ് കേസിൽ അവർ ജാമ്യത്തിൽ ഇറങ്ങിയതാണല്ലോ. ആക്സിഡന്റ് കേസൊക്കെ തീർന്നു. പക്ഷേ ഇതിപ്പോ കൊലക്കേസാ. കൊലക്കേസോ? അതിനെ എന്റെ മോൻ ആരെയാ കൊന്നത്? സർ, ശരിക്കും എന്താ പ്രശ്നം? ആക്സിഡന്റ് കേസിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടി. പക്ഷേ നിങ്ങളുടെ വണ്ടി ഇടിച്ച പെൺകുട്ടി 2 മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. ഈശ്വര, അനുപേട്ട, സർ, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലോ. ആ കുട്ടി എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് അടിയതാ. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇപ്പൊ അത് കൊലക്കേസാണ്. പിന്നെ വേറൊരു കാര്യം, യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളിപ്പോ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. മനസ്സിലായില്ല. ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, അതേക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എങ്കിലറിയണം. അല്ലെങ്കിൽ ഏത് വഴിക്കാണ് പണി വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള സമയം പോലും കിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവര് തീർത്തു കളയും. ആരുടെ കാര്യം സാർ ഈ പറയുന്നേ? എടോ, താനിപ്പോഴും കഥയറിയാതെ ആട്ടം കാണുകയാ. മരിച്ച പെൺകുട്ടി ചില്ലറക്കാരിയല്ല. ഈ നഗരം ഭരിക്കുന്ന ഗുണ്ടയുടെ പെങ്ങളാ. അയാള് വെറുതെ ഇരിക്കുന്നു തനിക്ക് തോന്നുന്നുണ്ടോ? താൻ കേട്ട് കാണും, ചെങ്കൽ മധു. അവൻ പറയുന്ന കേട്ട് വെട്ടാനും കുത്താനും തയ്യാറായി ഒരു സൈന്യം തന്നെ ഉണ്ട് അവന്റെ കൂടെ. അവര് നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല. ഒരു കൊലപാതകം ഒഴിവാക്കാനാ ഇപ്പൊ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നത്. സർ, എന്റെ മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. കാരണവരെ, പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഗുരുതരമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ SP-യുടെ ഉത്തരവുണ്ട്. എന്തിനാണെന്നറിയാമോ? നഗരത്തിൽ നാളെ ഒരു കൊലപാതകം ഉണ്ടാകാതിരിക്കാൻ. ഇപ്പൊ ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവന്മാര് വന്ന് നിങ്ങളുടെ മുന്നിലിട്ട് ഇവനെ കുത്തി കീറിക്കളയും. അത് കാണണോ നിങ്ങൾക്ക്? സർ, ഞാൻ വരാം. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാ ചെങ്കൽ മധു. അവന്റെ സഹോദരിയെയും ജനിക്കാനിരുന്ന കുഞ്ഞിനെയുമാണ് നിങ്ങളുടെ മകൻ വണ്ടിയിടിച്ച് കൊന്നത്. മോന്റെ ജീവൻ വേണമെങ്കിൽ പോയി അവന്റെ കാല് പിടിക്കേണ്ടി വരും. തൽക്കാലം ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അറസ്റ്റ് അല്ലാതെ വേറൊരു മാർഗവുമില്ല. വാടോ. കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എടോ, വന്ന് വണ്ടിയെ കയറ്. സാറേ, വേണ്ട. നീ ടെൻഷൻ ആവണ്ട, ഞാൻ പോയിട്ട് ഉടൻ തന്നെ വരും.
കരയല്ലേ മോളെ.